السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. വിശുദ്ധ ഖുർആനിൽ നമസ്കാരം അനുഷ്ഠിക്കുന്നതിലേക്ക് പല സ്ഥലത്തും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ചിലയിടത്ത് നമസ്കാരം സംരക്ഷിക്കാനുള്ള കൽപ്പനകൾ ഉണ്ട്, ചില സ്ഥലത്ത് അതിൽ സ്ഥിരത കൈവരിക്കുവാനുള്ള കൽപ്പനകളുണ്ട്, ചിലയിടത്ത് അത് സമയത്ത് അനുഷ്ഠിക്കാനുള്ള കൽപ്പനകളുണ്ട്. അതിന്റെ സമയവും പറഞ്ഞു തന്നിട്ടുണ്ട്. നമസ്കാരം അനുഷ്ഠിക്കാൻ ഇന്ന സമയങ്ങൾ ഉണ്ട്, അതനുസരിച്ച് ഒരു വിശ്വാസി പ്രവർത്തിക്കേണ്ടതാണ്, അതനുസരിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ നമസ്കാരം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചും അത് നിർബന്ധമാണ് എന്നതിനെക്കുറിച്ചും കൂടെ കൂടെ അല്ലാഹു ഒരു വിശ്വാസിയെ ഉപദേശിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന നിലയിൽ പറയുന്നു, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം തന്നെ ആരാധനയാണ്. ഏതുപോലെ അല്ലാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിന്റെയും ഇൻസിന്റെയും സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം തന്നെ ഇബാദത്താണ്. എന്നാൽ മനുഷ്യൻ ഈ ലക്ഷ്യം തിരിച്ചറിയുന്നില്ല, അതിൽ നിന്ന് ദൂരപ്പെട്ടിരിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അല്ലാഹു നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യമായി വച്ചിരിക്കുന്നത് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക എന്നതാണ്. എന്നാൽ ഏതൊരു കൂട്ടരാണോ ഈ യഥാർത്ഥത്തിലുള്ള പ്രകൃതിപരമായ ലക്ഷ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മൃഗങ്ങളെപ്പോലെ ജീവിതത്തിന്റെ ലക്ഷ്യം കേവലം ഭക്ഷണപാനീയങ്ങളും ഉറക്കവുമായി കരുതുന്നത്, അവർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും ദൂരപ്പെടുന്നു. അവർക്കായി അല്ലാഹുവിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. ഈ ഒരു ലക്ഷ്യമാണ് വിശ്വാസത്തിന്റെ വാദം ഉന്നയിക്കുന്ന ഒരാൾ തന്റെ മുഴുവൻ പരിശ്രമവും കൊണ്ട്, മുഴുവൻ ശ്രദ്ധയും കൊണ്ട് പൂർത്തിയാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി മാറിക്കൊണ്ടിരിക്കുന്നതിനു വേണ്ടി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നതിനു വേണ്ടി ഇബാദത്തിന്റെ ഉദ്ദേശം എപ്രകാരമാണ് പൂർത്തിയാവുക? അതുകൊണ്ടാണ് ഇസ്ലാം നമുക്ക് 5 നേരം നമസ്കരിക്കാനുള്ള കൽപ്പന നൽകിയിരിക്കുന്നത്. ഹദീസിലൊരു നിവേദനം ഉണ്ട്, നമസ്കാരം ആരാധനകളുടെ അകക്കാമ്പാണ്. ഈ കഴമ്പ് സ്വായത്തമാക്കി മാത്രമേ നാം ഇബാദത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായി തീരുകയുള്ളൂ.
നാം ഈ കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചു എന്നത് നമ്മുടെ സൗഭാഗ്യമാണ്. അദ്ദേഹം നമുക്ക് ഇബാദത്തിന്റെ ശരിയായ രീതി പഠിപ്പിച്ചു തന്നു, നമുക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു തന്നു. എന്തിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? കൂടെ കൂടെ അനേകം അവസരങ്ങളിൽ തന്റെ ജമാഅത്തിനെ നമസ്കാരത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിച്ചു. അതിന്റെ വിശദീകരണവും അതിന്റെ വിവിധ ശാഖകളും വിവരിച്ചു തന്നു. അതിന്റെ ഹിക്മത്തും ആവശ്യകതയും പറഞ്ഞു തന്നു. നാം നമ്മുടെ നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതിൽ മനോഹാരിത ഉണ്ടാക്കി തീർക്കുന്നതിനും വേണ്ടി. ഇപ്പോൾ ഞാൻ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ ഇതുമായി ബന്ധപ്പെട്ടത് കേൾപ്പിക്കുന്നതായിരിക്കും. ചിലപ്പോൾ കാലാവസ്ഥയുടെ കാഠിന്യം അല്ലെങ്കിൽ രാത്രികൾ ചെറുതാകുന്നത് കാരണം പ്രത്യേകിച്ചും സുബഹി നമസ്കാരത്തിന് അലസത ഉണ്ടാകുന്നു. പൊതുവിൽ ആളുകൾ ളുഹർ അസർ നമസ്കാരങ്ങൾ ജമ്മ് ചെയ്യുന്നു. ചിലപ്പോൾ ശരിയായ രീതിയിൽ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ജോലി തിരക്ക് കാരണം നമസ്കരിക്കുക തന്നെയില്ല. അതുകൊണ്ട് കാലാവസ്ഥയുടെ കാഠിന്യം ആണെങ്കിലും രാത്രിയിലെ ഉറക്കം പൂർത്തിയായില്ല എങ്കിലും ജോലിയിൽ തിരക്കാണ് എങ്കിലും ഈ കാരണങ്ങൾ കൊണ്ട് ആളുകൾ നമസ്കാരം ഉപേക്ഷിക്കുന്നു. ചിലപ്പോൾ ചിലർ പറയുന്നു, ഞങ്ങൾ 3 നമസ്കാരങ്ങൾ ജമ്മാക്കി എന്ന്. ഇന്ന് ഈ രാജ്യങ്ങളിൽ വളരെ വേഗതയിൽ നമസ്കാരത്തിന്റെ സമയം പിന്നോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ സാധിക്കുന്നു, ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് 1-1.5 സഫിന്റെ കുറവ് ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. ചിലർ പുറത്തുനിന്ന് വരുന്നത് കാരണം ചിലപ്പോൾ എണ്ണം കൂടുതൽ ആകാറുണ്ട്. എന്നാൽ പ്രാദേശിക ആളുകൾ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പള്ളികൾക്ക് അടുത്തു താമസിക്കുന്നവർ, ആരുടെ ഹൽക്കകളാണോ തങ്ങളുടെ മസ്ജിദുകളിൽ, നമസ്കാര സെന്ററുകളിൽ സ്ഥിരമായിക്കൊണ്ട് നമസ്കരിക്കാനായി പോയിക്കൊണ്ടിരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഫജ്ർ നമസ്കാരത്തിനായി. ഇവിടെ മാത്രമല്ല, മറിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇതിനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കേണ്ടതാണ്. പള്ളികൾ ജനനിബിഡമാക്കി വെക്കുക. പ്രത്യേകിച്ച് ഭാരവാഹികളും ജമാഅത്തിന്റെ ഉദ്യോഗസ്ഥരും വാഖിഫീനെ സിന്ദഗികളും ഇതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമസ്കാരത്തിന്റെ ഹാജർ നില വളരെ ഉന്നതമായി തീരും. നമസ്കാരം സ്ഥിരചിത്തതയോടും കൃത്യനിഷ്ഠയോടും കൂടി അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് ഹസ്രത്ത് അഖ്ദസ് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു. ഒരു മജ്ലിസിൽ അവിടുന്ന് പറഞ്ഞു, നമസ്കാരം സ്ഥിരചിത്തതയോടും കൃത്യനിഷ്ഠതയോടും കൂടി അനുഷ്ഠിക്കുക. ചിലർ ഒരൊറ്റ നമസ്കാരം മാത്രം അനുഷ്ഠിക്കുന്നു. അവർ ഓർക്കേണ്ടതാണ്, നമസ്കാരം ഒരിക്കലും മാപ്പ് ചെയ്യപ്പെടുകയില്ല. ഏതുവരെ എന്നാൽ പ്രവാചകന്മാർക്ക് പോലും മാപ്പാക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു പുതിയ സംഘം ആളുകൾ വന്നു. അവർ നമസ്കാരം മാപ്പാക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് തിരക്കുകളുണ്ട്, ജോലി കൂടുതൽ ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നമസ്കാരം മാപ്പാക്കി നൽകിയാലും. അവിടുന്ന് പറഞ്ഞു, ഏതൊരു മതത്തിലാണോ കർമ്മമില്ലാത്തത് ആ മതം ഒന്നും തന്നെയല്ല. അതുകൊണ്ട് ഈ കാര്യം നല്ലവണ്ണം ഓർത്തുകൊള്ളുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളം ഇതാണ്, ആകാശവും ഭൂമിയും അവന്റെ കൽപ്പനകൾ കൊണ്ടാണ് നിലനിൽക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ അവരുടെ പ്രകൃതം നേച്ചറിസത്തിലേക്ക് ചായ്വുള്ളതാണ്. അവർ പറയുന്നു,
നേച്ചറി മതം അനുധാവനയോഗ്യമാണ്. കാരണം ആരോഗ്യ സംരക്ഷണത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ തഖ്വ കൊണ്ടും വിശുദ്ധി കൊണ്ടും എന്ത് പ്രയോജനം ലഭിക്കാനാണ്? ഭൗതികരായ ആളുകൾ ഇക്കാര്യം പറയുന്നു. ഭൗതികമായിട്ടുള്ള ഒരുപാട് അടിസ്ഥാന കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അഥവാ അതുണ്ട് എങ്കിൽ, ഉദാഹരണമായി ആരോഗ്യത്തെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം, അഥവാ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആരോഗ്യം ഉണ്ടാകുന്നതല്ല. പിന്നെ തഖ്വയും വിശുദ്ധിയും എങ്ങനെ നിലനിൽക്കാനാണ്? അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ്? തഖ്വ മാത്രം നിലനിർത്തിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ ഇതും ഒരടയാളമാണ്. ചില സമയത്ത് ഔഷധങ്ങൾ പ്രയോജനരഹിതമായി തീരുന്നു. ആരോഗ്യ സംരക്ഷണത്തിന്റെ സാമഗ്രികളും പ്രയോജനം ചെയ്യുകയില്ല, മരുന്നും ചികിത്സകനും പ്രയോജനപ്പെടുകയില്ല. എന്നാൽ അഥവാ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട് എങ്കിൽ തലതിരിഞ്ഞത് ശരിയായിത്തീരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് യഥാർത്ഥ കാര്യം. ചിലരുടെ ഈ ചിന്താഗതി തെറ്റാണ്. അതായത് ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ആരോഗ്യം നിലനിൽക്കും, അല്ലെങ്കിൽ രോഗിയായാൽ ഇന്ന മരുന്ന് ഉപയോഗിച്ചാൽ ആരോഗ്യം ലഭിക്കും. ഈ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയില്ല എങ്കിൽ എല്ലാം പ്രയോജനരഹിതമാണ്. ഏതൊരുവന്റെ കൽപ്പനയിലൂടെയാണോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, നാം അവന്റെ മുമ്പിൽ കുമ്പിടേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. അവനെ ആരാധിക്കേണ്ടതാണ്, അവനുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമസ്കാരം സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അനിവാര്യമായതുപോലെ അത് നമ്മെ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് ഒരുപാട് ജോലികൾ അത് പ്രത്യക്ഷത്തിൽ അസാധ്യമായിരിക്കും. എന്നാൽ അള്ളാഹുമായി ബന്ധമുണ്ട് എങ്കിൽ അത് സാധ്യമായി തീരും. എന്തെല്ലാമാണോ നടക്കുന്നത് അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വരൂപിക്കുന്നതിനു വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, യഥാർത്ഥ കാര്യം ഇതാണ്, അള്ളാഹു ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു. ജനനിബിഡമായ പ്രദേശത്തെ ജനശൂന്യവും ജനശൂന്യമായ പ്രദേശത്തെ ജനനിബിഡവുമാക്കി തീർക്കുന്നു. ബാബുൽ പട്ടണത്തോടെ പ്രകാരമാണ് പെരുമാറിയത് എന്ന് നോക്കുക. ഏതൊരു പ്രദേശത്തെയാണോ മനുഷ്യൻ ജനനിബിഡമാക്കുന്നതിനായി ആസൂത്രണം നടത്തിയത്, അവിടെ ദൈവനിശ്ചയപ്രകാരം ജനശൂന്യമായി തീർന്നു, മൂങ്ങകളുടെ വാസസ്ഥലമായി മാറി. എന്നാൽ ഏതൊരിടമാണോ മനുഷ്യൻ ജനശൂന്യമായി കാണാൻ ആഗ്രഹിച്ചത്, അത് ലോകം മുഴുവനുള്ള ആളുകളുടെ കൂടിച്ചേരലിന്റെ സ്ഥലമായി മാറി. അഥവാ മക്ക, കഅബ മന്ദിരം. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, അള്ളാഹുവിനെ ഉപേക്ഷിച്ച് ഔഷധത്തിലും തന്ത്രങ്ങളിലും വിശ്വസിക്കുന്നത് വിഡ്ഢിത്തമാണ്. തങ്ങളുടെ ജീവിതത്തിൽ പുതിയ ജീവിതമാണ് എന്നറിയപ്പെടുന്ന വിധത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കുക, കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുക. ഏതൊരു കൂട്ടർക്കാണോ ഭൗതിക പ്രവർത്തനങ്ങളുടെ ആധിക്യം കാരണം ഒഴിവില്ലാത്തത്, അവർ വളരെയധികം ഭയപ്പെടേണ്ടതാണ്. ലോകത്തിലെ ജോലികൾ കാരണം തിരക്ക് കൂടുതലാണ്, ജോലി കൂടുതലാണ് എന്നാരാണോ വിചാരിക്കുന്നത്, ഇബാദത്തിനും നമസ്കാരത്തിനും ഒഴിവില്ല എന്ന് കരുതുന്നത്, അവർ വളരെയധികം ഭയപ്പെടേണ്ടതാണ്. ജോലിക്കാരായ ആളുകളിൽ നിന്ന് കൂടുതലും ദൈവീക നിർബന്ധ കടമകൾ ഇല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ ലുഹറും അസറും മഗ്രിബും ഇഷായും ജമ്മാക്കി നമസ്കരിക്കൽ അനുവദനീയമാണ്. അവിടുന്ന് പറയുന്നു, ഭരണാധികാരികളോട് നമസ്കാരത്തിനുള്ള അനുവാദം ചോദിക്കുകയാണെങ്കിൽ അവർ അനുവാദം നൽകാറുണ്ട് എന്ന കാര്യവും ഞാൻ അറിയുന്നു. എവിടെയാണോ മനുഷ്യൻ ജോലി ചെയ്യുന്നത്, ഉദ്യോഗം വഹിക്കുന്നത്, അഥവാ ഓഫീസർമാരിൽ നല്ല സ്വാധീനം ഉണ്ട് എങ്കിൽ അവരോട് നമസ്കരിക്കാനുള്ള അനുവാദം ചോദിച്ചാൽ അവർ നമസ്കരിക്കാനുള്ള അനുവാദം നൽകുന്നു. ഇതുകൂടാതെ ഉന്നത ഓഫീസർമാരിൽ നിന്ന് താഴെയുള്ള ഓഫീസർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ടായിരിക്കും. ചില സ്ഥലത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകാറുണ്ട്. പറയുന്നു, നമസ്കാരം ഉപേക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള നിർജീവമായ ഒഴിവുകഴിവുകൾ തങ്ങളുടെ നഫ്സിന്റെ ബലഹീനതയല്ലാതെ മറ്റൊന്നുമല്ല. ഹുക്കൂക്കുല്ലായുടെയും ഹുക്കൂക്കുൽ ഇബാദിലും അക്രമവും അതിർലംഘനവും കാണിക്കരുത്. നിങ്ങളുടെ നിർബന്ധ കടമകൾ വളരെയധികം വിശ്വസ്തയോടുകൂടി ചെയ്തു തീർക്കുക. കേവലം നമസ്കാരം മാത്രമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു,
നഫലുകളിലേക്കും തഹജ്ജുദിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഈ ജീവിതത്തിലെ മുഴുവൻ സമയവും അഥവാ ഭൗതിക വൃത്തികളിൽ ചിലവഴിക്കുകയാണെങ്കിൽ ആഖിറത്തിനായി എന്താണ് സംഭരിച്ചിരിക്കുന്നത്? മുഴുവൻ സമയവും, ഓരോ ശ്വാസവും, ഓരോ നിമിഷവും മനുഷ്യൻ ഭൗതികത സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത് എങ്കിൽ ആഖിറത്തിനായി എന്താണ് സ്വരൂപിക്കുന്നത്? പറയുന്നു, തഹജ്ജുദിലേക്ക് പ്രത്യേകിച്ചും എഴുന്നേൽക്കുക, ആവേശത്തോടും താൽപര്യത്തോടും കൂടി അനുഷ്ഠിക്കുക. ഇടയിലുള്ള നമസ്കാരങ്ങളിൽ ജോലി കാരണം പരീക്ഷണമുണ്ടാകുന്നു. പറഞ്ഞു, റാസിഖ് അല്ലാഹുവാണ്. നമസ്കാരം അതിന്റെ സമയത്ത് അനുഷ്ഠിക്കേണ്ടതാണ്. ലുഹറും അസറും ഇടയ്ക്കിടയ്ക്ക് ജമാക്കാൻ സാധിക്കും. അള്ളാഹുവിനറിയാം ബലഹീനരായ ആളുകളുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഇളവ് വെച്ചു. എന്നാൽ ഈ ഇളവ് 3 നമസ്കാരങ്ങൾ ജമ്മു ചെയ്യുന്നതിനില്ല. ജോലിയും മറ്റു പല കാര്യങ്ങളിലും ആളുകൾക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ, ഭരണാധികാരികളുടെ ശിക്ഷക്ക് പാത്രീഭൂതരാകുമ്പോൾ, അഥവാ അള്ളാഹുവിനു വേണ്ടി പ്രയാസം വരിക്കുകയാണ് എങ്കിൽ അതെത്രമാത്രം നല്ല കാര്യമാണ്. അവസാനം ഭൗതിക ജോലികളിലും ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്നു, ചിലപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. നമസ്കാരത്തിനു വേണ്ടി, അള്ളാഹുവിനു വേണ്ടി അഥവാ അല്പം പ്രയാസം സഹിച്ചുവെങ്കിൽ അതുകൊണ്ട് പ്രയോജനം മാത്രമല്ലേ ഉള്ളത്? ഒരു വിശ്വാസി ഓർത്തിരിക്കേണ്ടതാണ് എപ്പോഴും, ഇനി രാത്രികൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ചെറുതാവുക എന്നത് നമസ്കാരം ഖലാ ആക്കാൻ കാരണമാകരുത്, അല്ലെങ്കിൽ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനും കാരണമായി തീരരുത്. ഭൗതിക ജോലികളുടെ തിരക്കും ഈ മാർഗത്തിൽ തടസ്സം ആയിത്തീരരുത്. ഈ വിധത്തിൽ നാം എല്ലായ്പ്പോഴും നമ്മുടെ നഫ്സിന്റെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മളിൽ അധിക പേരും നമസ്കാരം ഫർളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അനുഷ്ഠിക്കുന്നു. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കാറില്ല. ഇതിന് വിശദീകരണം നൽകിക്കൊണ്ട് ഒരവസരത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നമസ്കാരം എന്താണ്? ഇത് പ്രത്യേകമായൊരു ദുആയാണ്. എന്നാൽ ആളുകൾ ഇതിനെ രാജാക്കന്മാരുടെ ടാക്സ് ആയിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നിർബന്ധിതാവസ്ഥ കൊണ്ടാണ് നൽകുന്നത്. ടാക്സ് നിശ്ചയിക്കപ്പെട്ടതാണ്. ടാക്സ് നിശ്ചയിക്കപ്പെട്ടതുപോലെ നിർബന്ധിതാവസ്ഥ കൊണ്ടാണ് അനുഷ്ഠിക്കുന്നത്. അള്ളാഹുവിന് ഇത്തരം കാര്യങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് വിഡ്ഢികൾ മനസ്സിലാക്കുന്നില്ല. അവന്റെ നിരാശ്രയത്വമാകുന്ന വ്യക്തിത്വത്തിന് ഇതിന്റെ ആവശ്യം തന്നെ എന്താണ്? അതായത് മനുഷ്യൻ തസ്ബീഹും ദുആയും തഹ്ലീലും മുഴുകണം എന്നുള്ളത്. എന്നാൽ ഇതിന് മനുഷ്യന് സ്വയം ആണ് പ്രയോജനം ഉള്ളത്. ഈ മാർഗം മുഖേന അവൻ തന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. പറയുന്നു, എനിക്ക് ഇത് കണ്ടുകൊണ്ട് വളരെയധികം ഖേദം തോന്നുന്നു. ഈ കാലത്ത് തഖ്വയോടും ഇബാദത്തിനോടും ദീനീബോധത്തോടും സ്നേഹമില്ല. ഇതിനുള്ള ഒരു കാരണം പൊതുവായ നിലയിൽ ആചാരമാകുന്ന വിഷയമാണ്. ഇതു കാരണമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം തണുത്തുപോകുന്നത്. ഇബാദത്തുകൾ ഏതുവിധത്തിലുള്ള ആസ്വാദനമാണോ ഉണ്ടാകേണ്ടത് അതുണ്ടാകാറില്ല. ലോകത്ത് അള്ളാഹു ഒരു സ്വാദും പ്രത്യേക അനുഭൂതിയും വെച്ചിട്ടില്ലാത്ത ഒരു വസ്തുവും ഇല്ല. പറഞ്ഞു, ഏതുപോലെ ഒരു രോഗി ഏറ്റവും നല്ലതും സ്വാദിഷ്ടവുമായ ഭക്ഷണത്തിന്റെ സ്വാദ് അനുഭവിക്കുന്നില്ലയോ, അയാൾ അതിനെ കയ്പുള്ളതും സ്വാദില്ലാത്തതുമായി കരുതുന്നുവോ? ചില സമയത്ത് രോഗം കാരണം വായ കയ്പുള്ളതായി മാറുന്നു. അതുപോലെ ദൈവീക ആരാധനയിൽ സ്വാദും അനുഭൂതിയും ലഭിക്കാത്തവർ അവർ തങ്ങളുടെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു ഏതെങ്കിലും വിധത്തിലുള്ള അനുഭൂതി വെച്ചിട്ടില്ലാത്ത ഒരു വസ്തുവും ലോകത്തില്ല. അള്ളാഹു മനുഷ്യ സമൂഹത്തെ ആരാധനയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എങ്കിൽ പിന്നെ ഈ ഇബാദത്തിൽ മനുഷ്യന് അനുഭൂതിയും ആസ്വാദനവും ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? ഒരു ഭാഗത്ത് അള്ളാഹു പറയുന്നു, ഞാൻ സൃഷ്ടിച്ചത് തന്നെ ആരാധനയ്ക്ക് വേണ്ടിയാണ്, പിന്നെ അതിൽ അനുഭൂതിയും ഒന്നും വെച്ചില്ല. പറയുന്നു, അനുഭൂതിയും ആസ്വാദനവും ഉണ്ട്, എന്നാൽ അത് ആസ്വദിക്കുന്ന ആരെങ്കിലും വേണ്ടേ? ആ സ്വാദ് സ്വായത്തമാക്കുന്ന ആരെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചത് തന്നെ ആരാധനയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ ഇബാദത്തിന്റെ അനുഭൂതിയും ആസ്വാദനവും ഉന്നതമായ നിലയിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യം നമുക്ക് നമ്മുടെ നിത്യേനയുള്ള വീക്ഷണത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു ഒരനുഭൂതിയും സ്വാദും വെച്ചിട്ടുണ്ട്. നിത്യേനയുള്ള പ്രവർത്തികളിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു. പറഞ്ഞു, ഉദാഹരണമായി നോക്കുക, ധാന്യവും എല്ലാവിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് അവന് ഒരു സ്വാദും രുചിയും ലഭിക്കുന്നില്ലേ? നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട് എങ്കിൽ വളരെ സന്തോഷം തോന്നുന്നു. ഈ സ്വാദും രുചിയും അനുഭവിക്കുന്നതിനായി അവന്റെ വായിൽ നാവില്ലേ? അവൻ മനോഹരമായ വസ്തുക്കൾ കണ്ടുകൊണ്ട്, അത് സസ്യലതാദികളോ മറ്റു വസ്തുക്കളോ ആയിക്കൊള്ളട്ടെ, മൃഗങ്ങളോ മനുഷ്യരോ ആകട്ടെ, ആസ്വദിക്കാറില്ലേ? ഭക്ഷണത്തിന്റെ സ്വാദും അനുഭവിക്കുന്നു, മനോഹാരിതയുടെ ഭംഗിയും ആസ്വദിക്കുന്നു. മനോഹരമായ വസ്തുക്കൾ കണ്ണ് കൊണ്ട് ആനന്ദിക്കുന്നു. മനോഹരവും മാധുര്യവുമായ ശബ്ദം കൊണ്ട് അവന്റെ കാതുകൾക്ക് ആനന്ദം ലഭിക്കുന്നില്ലേ? അള്ളാഹു ചെവി നൽകി. ചെവിയിൽ മധുരമുള്ള ശബ്ദം എത്തിയാൽ അത് മുഖേന ഹൃദയം സന്തോഷിക്കുന്നു. പിന്നീട് ഇബാദത്തിൽ ആസ്വാദനം ഉണ്ടാകണം എന്നതിന് ഇനിയും തെളിവുകളുടെ ആവശ്യമുണ്ടോ? ഈ എല്ലാ വസ്തുക്കളിലും ആസ്വാദനം ഉണ്ട്. അള്ളാഹു സൃഷ്ടിച്ച ഇതിലെല്ലാം ആനന്ദം ഉണ്ടെങ്കിൽ, അഥവാ ഇബാദത്തിന്റെ അനുഭൂതിയില്ല എങ്കിൽ ഇതെങ്ങനെ സാധ്യമാകാനാണ്? ഈ കാര്യങ്ങളെല്ലാം ഇതിനുള്ള തെളിവാണ്. തീർച്ചയായും ഇബാദത്തിലും അള്ളാഹു ആസ്വാദനം വെച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, നാം ആണിനെയും പെണ്ണിനെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷന് മുൻതൂക്കം നൽകിയിരിക്കുന്നു. എന്നാൽ ഇതിൽ ഒരു നിർബന്ധവും ഇല്ല. ഇതിൽ ഒരു താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ കുട്ടികളുടെ ജനനവും തലമുറകളുടെ നിലനിൽപ്പും മാത്രമാണ് ഇതിന്റെ ലക്ഷ്യമെങ്കിൽ ഉദ്ദേശം പൂർത്തിയാവുകയില്ല. അള്ളാഹുവിന്റെ സുപ്രധാനമായ ഉദ്ദേശം മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഈ കാരണത്തിനായി സ്ത്രീയിലും പുരുഷനിലും ഒരു ബന്ധമുണ്ടാക്കി. ഇതിന് ഒരു അനുബന്ധമായി ഒരു ആസ്വാദനവും വെച്ചു. അതാകട്ടെ അധികം വിഡ്ഢികൾക്കും ഏകലക്ഷ്യമായി മാറി. ചില ആളുകൾ, ഭൗതികരായ ആളുകൾ ഇതാണ് മനസ്സിലാക്കുന്നത്, ഇതാണ് നമ്മുടെ ലക്ഷ്യം. പറയുന്നു, അതുപോലെ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളുക, ഇബാദത്തുകളിലും ഒരു ഭാരവും ടാക്സും ഇല്ല. അതിലും ഒരു ആനന്ദവും അനുഭൂതിയും ഉണ്ട്. ഈ ആനന്ദവും അനുഭൂതിയും ലോകത്തിലെ എല്ലാ ആനന്ദത്തെക്കാളും അനുഭൂതിയെക്കാളും എല്ലാ മാനസിക അനുഭൂതിയെക്കാളും ഉയർന്നതും ഉന്നതവുമാണ്. യഥാർത്ഥത്തിൽ ഏതുപോലെ ഒരു രോഗി ഉന്നതവും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷണത്തിന്റെ സ്വാദ് നിഷേധിക്കപ്പെട്ടവനായി മാറുന്നുവോ, അതുപോലെ തന്നെ നിർഭാഗ്യവാനായ ഒരു മനുഷ്യനും ദൈവിക ആരാധനയിൽ നിന്ന് അനുഭൂതി കരസ്ഥമാക്കുന്നില്ല. അഥവാ ഒരു രോഗി തന്റെ രോഗം കാരണം, വായ കയ്പുള്ളത് കാരണം നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അതിന്റെ സ്വാദ് രുചിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിന്റെ അർത്ഥം ഭക്ഷണം ചീത്തയാണ് എന്നല്ല, മറിച്ച് അതിന്റെ അർത്ഥം അയാൾ രോഗിയാണ് എന്നതാണ്. ഇതുപോലെ ഏതൊരാളാണ് നമസ്കാരത്തിൽ നിന്നും ഇബാദത്തിൽ നിന്നും അനുഭൂതി കരസ്ഥമാക്കാത്തത്, അതിനർത്ഥം നമസ്കാരത്തിൽ ആനന്ദം ഇല്ല എന്നല്ല, അല്ലെങ്കിൽ അള്ളാഹു അതിൽ അനുഭൂതി വെച്ചിട്ടില്ല എന്നല്ല. വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് തന്റെ പ്രകൃതം, രോഗം, താല്പര്യമില്ലായ്മ മുതലായ കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് അതിൽ നിന്ന് അനുഭൂതി ലഭിക്കുന്നില്ല. നാം അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഏതൊന്നിലാണോ അനുഭൂതിയും ആനന്ദവും ഉള്ളത്. ഇത് ഒരു ഭാരം എന്ന് കരുതി തലയിൽ നിന്ന് ഇറക്കി വെക്കുന്നത് പോലെ ആയിരിക്കരുത്. അത്തരം അവസ്ഥകളിൽ ആയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചിലർ നീണ്ട രാത്രികളിൽ അല്ലെങ്കിൽ ഫജർ നമസ്കാരത്തിനെത്തുന്നു. എന്നാൽ ചെറിയ രാത്രികളാകുമ്പോൾ ഫജർ നമസ്കരിക്കാൻ വരുന്നത് ഉപേക്ഷിക്കുന്നു. അവർക്ക് പിന്നീട് ഇതിലേക്ക് ശ്രദ്ധയുണ്ടാകും. കാരണം ആനന്ദം ലഭിക്കുന്നതിനു വേണ്ടി മറ്റു നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്കും ശ്രദ്ധയുണ്ടാകും. പിന്നീട് ആനന്ദത്തിന്റെയും അനുഭൂതിയുടെയും വിഷയം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ചുരുക്കത്തിൽ ഞാൻ കാണുന്നു, ആളുകൾ നമസ്കാരത്തിലും ഇബാദത്തുകളും അലസരാകാനുള്ള കാരണം അവർക്ക് അള്ളാഹു നമസ്കാരത്തിൽ വെച്ചിരിക്കുന്ന ആ ആനന്ദത്തെക്കുറിച്ചും അനുഭൂതിയെക്കുറിച്ചും അറിവില്ല. അതിനുള്ള ഒരു വലിയ കാരണം ഇതാണ്, അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. പ്രത്യേകിച്ചും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അതിനേക്കാൾ കൂടുതൽ മടിയും അലസതയും കാണുന്നു. അതുകൊണ്ട് 50% ഭാഗം പോലും പൂർണ്ണമായും ആവേശത്തോടും സത്യസന്ധമായ സ്നേഹത്തോടും കൂടി തങ്ങളുടെ യഥാർത്ഥ നാഥന്റെ സമക്ഷത്തിൽ തലകുനിക്കുന്നില്ല. പിന്നീട് ചോദ്യം ഉയരുന്നത് ഇതാണ്, അവർക്ക് എന്തുകൊണ്ടാണ് ഈ ആനന്ദത്തെക്കുറിച്ച് അറിയാൻ സാധിക്കാത്തത്? അവർ ഒരിക്കലും ഈ സ്വാദ് അനുഭവിച്ചിട്ടില്ല. മതത്തിൽ അത്തരം കൽപ്പനകളില്ല. ചില സമയത്ത് നാം നമ്മുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരിക്കും. മുഅസ്സിൻ ബാങ്ക് വിളിക്കുന്നു. അപ്പോൾ അത് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുകയില്ല. അഥവാ അവരുടെ ഹൃദയം ചുരുങ്ങുന്നു. അതായത് ബാങ്ക് വിളിച്ചാൽ അത് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുകയില്ല.
ഓ ഇനി നമസ്കാരത്തിന് പോകേണ്ടതായി വരും എന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കുക തന്നെയില്ല. ഈ ആളുകൾ അങ്ങേയറ്റം കരുണ ആഗ്രഹിക്കുന്നവരാണ്. ചിലർ ഇവിടെയും അത്തരക്കാരുണ്ട്. അവരുടെ കടകൾ നോക്കുകയാണെങ്കിൽ പള്ളികൾക്ക് താഴെയാണ്, എന്നാൽ ഒരിക്കലും പോയി നിൽക്കുക പോലും ചെയ്യില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിനോട് അങ്ങേയറ്റം വേദനയോടും താല്പര്യത്തോടും കൂടി ഈ ദുആ ചെയ്യേണ്ടതാണ്. ഏതുപോലെ പഴങ്ങളിലും വസ്തുക്കളിലും വിവിധങ്ങളായ സ്വാദ് നൽകിയിരിക്കുന്നുവോ അതുപോലെ നമസ്കാരത്തിന്റെയും വിവാദത്തിന്റെയും സ്വാദ് ഒരിക്കൽ രുചിപ്പിച്ചാലും. പറയുന്നു, ഭക്ഷണത്തിലും പഴങ്ങളിലും മറ്റു വസ്തുക്കളിലും നാവിൽ സ്വാദുണ്ടാകുന്നത് പോലെ അള്ളാഹുവിനോട് ഈ ദുആയും ചെയ്യുക. അള്ളാഹുവെ നമുക്ക് നമസ്കാരത്തിന്റെ അനുഭൂതി നൽകുക. പറയുന്നു, കഴിച്ചത് ഓർമ്മയിൽ നിൽക്കും. നോക്കുക, ഏതെങ്കിലും ഒരു വൃത്തി, ഒരു മനോഹാരിത സന്തോഷത്തോടുകൂടി കാണുന്നുവെങ്കിൽ അത് അയാൾക്ക് നല്ലവണ്ണം ഓർമ്മയിൽ നിൽക്കുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു വിരൂപിയും നികൃഷ്ടവുമായ രൂപത്തെ കാണുകയാണെങ്കിലും അയാളുടെ മുഴുവൻ അവസ്ഥയും അസ്തിത്വത്തിന്റെ മുന്നിൽ വരുന്നു. മനോഹാരിതയും ഓർമ്മയിൽ നിൽക്കും, മോശമായതും ഓർമ്മയിൽ നിൽക്കും. അഥവാ ഏതെങ്കിലും ബന്ധമില്ല എങ്കിൽ ഒന്നും തന്നെ ഓർമ്മയിൽ നിൽക്കുകയില്ല. അതുപോലെ നമസ്കരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു നികുതിയാണ്. അനാവശ്യമായ ഈ രാവിലെ എഴുന്നേറ്റ് തണുപ്പിൽ വുളൂ ചെയ്ത് ഉറക്കം ഒഴിവാക്കി അനേകം സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് അനുഷ്ഠിക്കേണ്ടതായി വരുന്നു. യഥാർത്ഥ കാര്യം ഇതാണ്. ഇതിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അയാൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമസ്കാരത്തിനുള്ള അനുഭൂതിയും സന്തോഷത്തെയും കുറിച്ചുള്ള അറിവില്ല. അങ്ങനെയാണെങ്കിൽ നമസ്കാരത്തിൽ അനുഭൂതി എങ്ങനെ ലഭിക്കാനാണ്? പറയുന്നു, ഞാൻ കരുതുന്നു ഒരു മദ്യപാനി ലഹരിക്കടിമപ്പെട്ട മനുഷ്യന് ലഹരി ലഭിക്കാത്തപ്പോൾ അയാൾ ഒന്നിനു പിറകെ ഒന്നായി ചഷകങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഏതുവരെ അയാൾക്കൊരു വിധത്തിലുള്ള ലഹരി ലഭിക്കുന്നു, ബുദ്ധിയും കാര്യബോധവുമുള്ള മനുഷ്യന് ഇതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ സാധിക്കും. ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ളവരുടെ കാര്യത്തിൽ നിന്നും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഉപദേശം കരസ്ഥമാക്കാൻ സാധിക്കും. എന്ത് പ്രയോജനമാണ് എടുക്കേണ്ടത്? അതായത് നമസ്കാരം സ്ഥിരതയോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ആനന്ദം ലഭിച്ചാലും ഇല്ലെങ്കിലും അത് ലഭിക്കണം എന്ന ശ്രമത്തിലായിരിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും സ്ഥിരത കൈവരിക്കുക, നമസ്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഏതുവരെ എന്നാൽ അയാൾക്ക് ആനന്ദം ഉണ്ടാകണം. ഏതുപോലെ മദ്യപാനിയുടെ ഉള്ളിൽ ഒരു അനുഭൂതിയെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കും, അത് കരസ്ഥമാക്കുക എന്നതായിരിക്കും അയാളുടെ പരമമായ ലക്ഷ്യം. അതേപോലെ തലച്ചോറിലും മറ്റുമുള്ള ശക്തികളിലും നമസ്കാരത്തിൽ ആനന്ദവും അനുഭൂതിയും കരസ്ഥമാക്കണമെന്ന ചിന്തയുണ്ടാവുകയും പിന്നീട് ഒരു ആത്മാർത്ഥതയും ആവേശവും കൊണ്ട് ചുരുങ്ങിയത് ആ മദ്യപാനിയുടെ വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും തുല്യമായ രീതിയിലുള്ള വേദനയിൽ നിന്ന് ദുആ ചെയ്യുകയും ദുആ ഉണ്ടായിത്തീരുകയും അങ്ങനെ അനുഭൂതി ലഭിക്കണം എന്ന രീതിയിൽ ദുആ ചെയ്യുകയും ചെയ്യുക. ഒരു വേദന ഉണ്ടാകണം, ഒരു അസ്വസ്ഥത ഉണ്ടാകണം. കാരണം ദുആ ഉണ്ടാകണം. പറയുന്നു, ഞാൻ പറയുന്നു, സത്യമായും പറയുന്നു, തീർച്ചയായും ആനന്ദം ലഭിക്കുക തന്നെ ചെയ്യും. പിന്നീട് നമസ്കരിക്കുമ്പോൾ ആ ലക്ഷ്യം കരസ്ഥമാക്കണമെന്ന കാര്യം മുന്നിൽ ഉണ്ടായിരിക്കണം, എഹ്സാൻ മുന്നിൽ ഉണ്ടായിരിക്കണം. പറയുന്നു, ഇന്നൽ ഹസനാത്തു യുസ്ഹിബിനൽ സയ്യിആത്ത്, നന്മകൾ തിന്മകളെ തുടച്ചു നീക്കുന്നു. ഈ നന്മകളും ആനന്ദത്തെയും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. സിദ്ദീഖീങ്ങളുടെയും മുഹ്സിനീങ്ങളുടെയും നമസ്കാരം അത് സ്വായത്തമാക്കണം. ഇതായിരിക്കണം ദുആ. പറയുന്നു, ഈ പറഞ്ഞ പ്രകാരം ഇന്നൽ ഹസനാത്തു യുസ്ഹിബിന സയ്യിആത്ത്, അതായത് നന്മകൾ അല്ലെങ്കിൽ നമസ്കാരം തിന്മകളെ ദൂരീകരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, നമസ്കാരം നീച കൃത്യങ്ങളിൽ നിന്നും നികൃഷ്ട കർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. നമുക്ക് കാണാം, ചിലർ നമസ്കരിച്ചിട്ടും തിന്മകൾ ചെയ്യുന്നു. ഈ ലോകത്ത് കാണാൻ സാധിക്കും, പ്രത്യക്ഷത്തിൽ വലിയ നമസ്കാരം അനുഷ്ഠിക്കുന്നവരായിരിക്കും, എന്നാൽ തിന്മകൾ ചെയ്യുന്നു. അതിനുള്ള മറുപടി ഇതാണ്, അവർ നമസ്കരിക്കുന്നു, എന്നാൽ അതിന്റെ ആവേശത്തോടും നന്മയും കൂടെ ഉണ്ടായിരിക്കുകയില്ല. അതായത് സത്യസന്ധമായ നിലയിൽ ആത്മാവിന്റെ ഗഹനതയിൽ നിന്ന് നമസ്കരിക്കാറില്ല. അവർ കേവലം ആചാരം ശീലം എന്ന നിലയിൽ നമസ്കരിക്കാറുണ്ട്. അവരുടെ ആത്മാവ് മൃതമാണ്. അള്ളാഹു അവരുടെ പേര് ഹസനാത്ത് എന്നല്ല വെച്ചിരിക്കുന്നത്.
ഇവിടെ ഹസനാത്ത് എന്ന പേര് വെച്ചിരിക്കുന്നത് അസ്സലാത്ത് എന്ന പേരല്ല വെച്ചിരിക്കുന്നത്. അതിനർത്ഥം ഒന്നായിരുന്നിട്ട് പോലും അതിനുള്ള കാരണം ഇതാണ്: നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയിലേക്കും മനോഹാരിതയിലേക്കും ശ്രദ്ധയുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് അത്തരം നമസ്കാരങ്ങൾ തിന്മയെ ദൂരീകരിക്കുന്നു. ഏതൊന്നാണോ അതിന്റെ ഉള്ളിൽ ഒരു സത്യസന്ധതയുടെ ആത്മാവ് ഉൾക്കൊള്ളുന്നത്, അനുഗ്രഹത്തിന്റെ സ്വാധീനം അതിലുണ്ടായിരിക്കും. അത്തരം നമസ്കാരങ്ങൾ തീർച്ചയായും തിന്മകളെ ദൂരീകരിക്കും. നമസ്കാരം കൂടിച്ചേരലിന്റെയും വേർപെടലിന്റെയും പേരല്ല. നമസ്കാരത്തിന്റെ അകക്കാമ്പും ആത്മാവും ഒരനുഭൂതിയും ആനന്ദവും തന്റെ ഉള്ളിലുള്ള ദുആയാണ്. പിന്നീട് നമസ്കാരത്തിന്റെ വിവിധ അവസ്ഥകളുടെ ഹിക്മത്ത്, അതിന്റെ സ്വാധീനം ഏതു വിധത്തിൽ ഉണ്ടാകുന്നു, ഇതിന് വിശദീകരണം നൽകിക്കൊണ്ട് ഒരു സ്ഥലത്ത് ഒരവസരത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി: ഓർത്തുകൊള്ളുക, സ്വലാത്തിൽ വാക്കും അവസ്ഥയും ഒരുമിച്ച് കൂടേണ്ട ആവശ്യം ഉണ്ട്. ഒന്നാമതായി നമസ്കാരത്തിന്റേതായ ഒരവസ്ഥ ഉണ്ടാക്കേണ്ടതാണ്. രണ്ടാമതായി ഈ ചിന്തയും ഉണ്ടായിരിക്കണം: മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയുന്നു, ചില സമയത്ത് ഭാവനാരൂപത്തിലുള്ള വേദന ഉണ്ടാകുന്നു, അതായത് ഭാവനയിലുള്ള രൂപം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ചിത്രം കാണിക്കപ്പെടുന്നു. അത് കാണിക്കപ്പെടുന്നവർക്ക് അറിയാൻ സാധിക്കുന്നു അവന്റെ ഉദ്ദേശം ഇതാണ്. അതുപോലെ നമസ്കാരത്തിൽ ദൈവിക ഉദ്ദേശത്തിന്റെ ചിത്രമാണുള്ളത്. നമസ്കാരത്തിന്റെ വിവിധ അവസ്ഥകൾ, അതിൽ അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത്, അതിൽ അതിന്റെ ഒരു ഭാവനാരൂപത്തിന്റെ മാതൃകയാണുള്ളത്. പറയുന്നു, നമസ്കാരത്തിൽ ഏതുപോലെ നാവ് കൊണ്ട് എന്തെങ്കിലും പറയുന്നു, അതുപോലെ അവയവം കൊണ്ടും അനക്കമടക്കങ്ങൾ കൊണ്ടും ചിലത് കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നാം നമസ്കരിക്കുമ്പോൾ വാക്കുകളോടൊപ്പം നമ്മുടെ പ്രവൃത്തിയുടെ പ്രകടനവും ഉണ്ടായിരിക്കേണ്ടതാണ്. പറയുന്നു, മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തസ്ബീഹും തഹ്മീദും ചെയ്യുമ്പോൾ അതിന്റെ പേര് ഖിയാം എന്നാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, സ്തുതിയും പ്രകീർത്തനവും നടത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസ്ഥ ഖിയാം ആണ്. മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയും തസ്ബീഹും തഹ്മീദും ചെയ്യുമ്പോൾ, അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നാണ് ചെയ്യുന്നത്. നോക്കൂ, രാജാക്കന്മാരുടെ മുമ്പിൽ ഖസീദകൾ കേൾപ്പിക്കുമ്പോൾ നിന്നുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ പ്രകടമായ നിലയിൽ ഖിയാം വെച്ചിരിക്കുന്നു, അവിടെ അതോടൊപ്പം നാവ് കൊണ്ട് സ്തുതിയും വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: ആത്മീയമായ നിലയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം. മനുഷ്യൻ നിൽക്കുകയും സൂറ ഫാത്തിഹയും സ്തുതിയും പ്രകീർത്തനവും നടത്തുമ്പോൾ ആത്മീയമായ നിലയിലും ഈ ഖിയാം ഉണ്ടായിരിക്കേണ്ടതാണ്. ഹൃദയത്തിൽ സ്വാധീനം ഉണ്ടായിരിക്കേണ്ടതാണ്. പറയുന്നു, ഹംദൊരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഏതൊരാളാണോ സാക്ഷിയായി ഒരാളെ പ്രകീർത്തിക്കുന്നത്, അയാൾ ഒരു അഭിപ്രായത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. വ്യാജമായ പ്രകീർത്തനമായിരിക്കുകയില്ല. ആരെയെങ്കിലും പ്രകീർത്തിക്കുകയാണെങ്കിൽ സത്യസന്ധമായ മനുഷ്യനാണ് എങ്കിൽ ആരെയെങ്കിലും സത്യപ്പെടുത്തിക്കൊണ്ടാണ് പ്രകീർത്തിക്കുന്നത്. പറയുന്നു, അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമാണ്. അയാൾക്ക് സത്യസന്ധമായ നിലയിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ അപ്പോഴായിരിക്കും സാധിക്കുക. പ്രകീർത്തനത്തിന്റെ എല്ലാ തരങ്ങളും അള്ളാഹുവിനു വേണ്ടി മാത്രമാണ് എന്ന് അയാൾക്ക് പൂർണ്ണമായും ബോധം ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും. എല്ലാവിധത്തിലുള്ള സ്തുതിയും അത് അള്ളാഹുവിനുള്ളതാണ്. ഈ കാര്യം ഹൃദയത്തിൽ തുറന്ന നിലയിൽ ഉണ്ടാകുമ്പോൾ ഇത് ആത്മീയ രൂപത്തിലുള്ള ഖിയാമാണ്. ഈ കാര്യം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, അതായത് എല്ലാ സ്തുതിയും അള്ളാഹുവിനുള്ളതാണ്, അവനാണ് എല്ലാ സ്തുതിക്കും അർഹൻ, അവനെയാണ് സ്തുതിക്കേണ്ടത്, അവനല്ലാതെ സ്തുതിക്കർഹനായി മറ്റാരുമില്ല. അങ്ങനെയാണ് എങ്കിൽ ഖിയാം എന്നത് കേവലം കൈകെട്ടി നിൽക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ആത്മീയ രൂപത്തിലുള്ള ഖിയാമായി മാറും. കാരണം ഹൃദയം അതോടൊപ്പം നിലനിൽക്കും. അങ്ങനെയെങ്കിൽ അയാൾ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കപ്പെടും. അതായത് അവസ്ഥക്കനുസരിച്ച് നിൽക്കുന്നവനായി തീരും. ആത്മീയ നിലയിലുള്ള ഖിയാം ലഭിക്കുന്നതിന് വേണ്ടി ഇതാണ് അവസ്ഥ. അതായത് ഹൃദയത്തിന്റെ അവസ്ഥക്കനുസൃതമായി നിന്നു. പിന്നീട് റുക്കൂ ആണ്. അതിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുന്നു. ഇത് ഒരു അംഗീകൃത കാര്യമാണ്. ഏതൊരാളുടെ മഹത്വമാണോ അംഗീകരിക്കുന്നത്, അയാളുടെ സമക്ഷത്തിൽ കുനിയുന്നു. മഹത്വം അംഗീകരിക്കപ്പെട്ടവന്റെ മുന്നിൽ കുനിയണം എന്നുള്ളത് സുബ്ഹാന റബ്ബിൽ അലീം എന്ന് നാവ് കൊണ്ട് പറയുകയും അവസ്ഥ കൊണ്ട് കുനിയുന്നതായി കാണിക്കുകയും ചെയ്യുന്നു. നാവ് മഹത്വം പ്രകടിപ്പിക്കുകയും അവന്റെ വിശുദ്ധിയെ വിവരിക്കുകയും ചെയ്തു. അതോടൊപ്പം മനുഷ്യൻ റുക്കൂയിൽ പോയി കുനിഞ്ഞ് ഇതിനോടൊപ്പം അവസ്ഥയും പ്രകടമാക്കി. അതായത് ആ കാര്യം വായിൽ നിന്ന് പുറത്തു വന്നു.
അതോടൊപ്പം കുനിയുക എന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു. ഇതാണ് റുക്കൂവിന്റെ അവസ്ഥ. മൂന്നാമത്തെ വാക്യം സുബ്ഹാന റബ്ബിയൽ അഅല എന്നാണ്. അഅല എന്നത് ഏറ്റവും ഉയർന്നതിനുള്ള നാമമാണ്, അതായത് ശ്രേഷ്ഠത നൽകുന്നതിന് വേണ്ടിയുള്ള രൂപമാണ്. സുജൂദിന്റെ അവസ്ഥയാണ് ശ്രേഷ്ഠതയുടെ ഏറ്റവും ഉത്തമമായ പ്രകടനമാണ്. ഈ കാര്യം സുജൂദിനെ ആവശ്യപ്പെടുന്നു. ഈ ഉത്തമമായ പ്രകടനം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന, അവന്റെ പരിശുദ്ധിയെ വിവരിക്കുന്ന, അവന്റെ മഹത്വം വിവരിക്കുന്ന, അപ്പോൾ അത് അള്ളാഹുവിന്റെ മുന്നിൽ പൂർണ്ണമായും സുജൂദ് ചെയ്യുന്ന അവസ്ഥയെ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അതിനോടൊപ്പം സുജൂദിൽ വീഴുക എന്നതാണ് അവസ്ഥയുടെ പരമമായ ചിത്രം. അതിന്റെ പ്രകടമായ ചിത്രം മനുഷ്യൻ സുജൂദിൽ വീഴുക എന്നതായിരിക്കും. ഈ ഏറ്റുപറച്ചിലിനോടൊപ്പം അതിന്റേതായ രൂപം സ്വായത്തമാക്കി, അതായത് അള്ളാഹുവിന്റെ പരിശുദ്ധിയും അവന്റെ മഹത്വവും ഹൃദയം കൊണ്ട് അംഗീകരിച്ചപ്പോൾ അതോടൊപ്പം തന്നെ ഭൂമിയിൽ സുജൂദ് ചെയ്യുകയും ചെയ്തു. ഈ അവസ്ഥ അതിന്റെ പ്രകടനമാണ്. പറയുന്നു, ഈ വാക്കുകൾക്കൊപ്പം 3 അവസ്ഥകൾ ശാരീരികമാണ്. ഈ ചിത്രം മുന്നിൽ വെച്ച് എല്ലാവിധത്തിലുള്ള ഖിയാം നടന്നു. നാവ് ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അത് പറയുകയും ശരീരം അംഗീകരിക്കുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം മറ്റൊന്നാണ്. അത് കൂടെയില്ല എങ്കിൽ നമസ്കാരമാവുകയില്ല. അതെന്താണ്? അത് ഹൃദയമാണ്. അതിനായി ഹൃദയത്തിന്റെ ഖിയാമും അനിവാര്യമാണ്. അള്ളാഹു അതിൽ ദൃഷ്ടി പതിപ്പിച്ച് കാണണം. യഥാർത്ഥത്തിൽ അവനെ സ്തുതിക്കുന്നുണ്ടോ, നിൽക്കുന്നുണ്ടോ, റൂഹും നിന്നുകൊണ്ട് ഹംദ് ചെയ്യുന്നുണ്ടോ? ശരീരം മാത്രമല്ല, ആത്മാവും എഴുന്നേറ്റ് നിൽക്കണം. അതായത് അള്ളാഹു ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്നവനാണ്. അവനറിയാം ശരീരത്തോടൊപ്പം ആത്മാവും എഴുന്നേറ്റ് നിന്ന് ഹംദ് ചെയ്യുന്നുണ്ടോ, കുനിയുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. സുബ്ഹാൻ റബ്ബൽ അലീം എന്ന് പറയുമ്പോൾ കേവലം മഹത്വം അംഗീകരിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് കുനിയുകയും ചെയ്യുന്നു. അതോടൊപ്പം ആത്മാവും കുനിയുന്നുണ്ടോ എന്ന് നോക്കുക. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുക എന്നതാണ്. ഇതിന്റെ ഉന്നതമായ പ്രഭാവം കണ്ട് അതോടൊപ്പം ഈ കാര്യം കൂടി നോക്കുക. ആത്മാവ് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വീണു പോയിട്ടുണ്ടോ? ആത്മാവും കൂടെ വീഴണം. അതായത് ഹൃദയം അതുപോലെ സുജൂദിൽ പോകണം. ചുരുക്കത്തിൽ ഈ അവസ്ഥ ഏതുവരെ ഉണ്ടായിത്തീരുന്നില്ലയോ അതുവരെ സംതൃപ്തരായി ഇരിക്കരുത്. കാരണം യുഖീമൂന സ്വലാത്ത എന്നതിന്റെ അർത്ഥം ഇതാണ്. അഥവാ ഈ ഒരു ചോദ്യം ആണ് എങ്കിൽ ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായിത്തീരാനാണ്, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? അതിനുള്ള മറുപടി ഇത്ര മാത്രമാണ്: നമസ്കാരത്തിൽ സ്ഥിരത കൈവരിക്കുക. വസ്വസകൾ കൊണ്ടും സംശയങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടരുത്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വസ്വസ ഉണ്ടാകും, സംശയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രയാസപ്പെടരുത്. മറിച്ച് സ്ഥിരചിത്തതയോടുകൂടി നമസ്കരിച്ചു കൊണ്ടിരിക്കുക. ആരംഭ അവസ്ഥയിൽ സംശയങ്ങളോടുകൂടിയുള്ള ഒരു യുദ്ധം തീർച്ചയായും ഉണ്ടാകും. തുടക്കത്തിൽ ഈ സംശയങ്ങളും വസ്വസകളും മനുഷ്യന് ഒരു യുദ്ധം ചെയ്യേണ്ടതായി വരും. ശൈത്താൻ ആക്രമിക്കുന്നു. ശൈത്താനുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഇതിനുള്ള ചികിത്സ സ്ഥിരചിത്തത കൊണ്ടും സഹനം കൊണ്ടും തുടർന്നുകൊണ്ടിരിക്കുക എന്നതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ആ അവസ്ഥ ഉണ്ടായിത്തീരുന്നു. പറയുന്നു, ഏതൊന്നിനെ കുറിച്ചാണോ ഞാനിപ്പോൾ പറഞ്ഞത്, അതുകൊണ്ട് സ്ഥിരചിത്തതയാണ് അത്യാവശ്യമായിട്ടുള്ളത്. അഥവാ മനുഷ്യനിൽ ഇതുണ്ടായി തീർന്നാൽ അള്ളാഹു തന്റെ ദാസനിലേക്ക് പിന്നീട് ഓടിക്കൊണ്ടുവരുന്നു. പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഈ യാഥാർത്ഥ്യം ഒരുപാട് പേർ മനസ്സിലാക്കുന്നില്ല. ധൃതി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വാതിൽപ്പടി ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. കുറഞ്ഞ പ്രാധാന്യം നൽകുന്നു. ഭൗതികതയിലേക്ക് ഓടിപ്പോകുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പിന്നീട് ഈ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. നമസ്കാരം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമസ്കാരമായി തീരുന്നത് ദുആ മുഖേനയാണ്. ദൈവേതരങ്ങളോട് ചോദിക്കുന്നത് വിശ്വാസികളുടെ ആത്മാഭിമാനത്തിന് തികച്ചും എതിരായിട്ടുള്ളതാണ്. കാരണം ദുആയുടെ ഈ സ്ഥാനം അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ളതാണ്. പൊതുവിൽ പരസ്പരം ബന്ധപ്പെടേണ്ടതായി വരും. ചോദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അള്ളാഹുമായി മാത്രം ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റാരിലെങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്നത്, അവരെ മാത്രം അവലംബിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം തെറ്റാണ്. പറയുന്നു, ഏതുവരെ മനുഷ്യൻ പൂർണ്ണമായ നിലയിൽ നിസ്സാരനായി അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ, അവനോട് അർത്ഥിക്കുന്നില്ലയോ, സത്യമായും മനസ്സിലാക്കിക്കൊള്ളുക, അവൻ മുസ്ലിം എന്നും യഥാർത്ഥ വിശ്വാസി എന്നും പറയാൻ അർഹനല്ല. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം തന്നെ ഇതാണ്. അവന്റെ മുഴുവൻ കഴിവുകളും
അത് ആന്തരികമാകട്ടെ ബാഹ്യമാകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വന്നിരുന്നിരിക്കണം. ഏതുപോലെ ഒരു വലിയ എഞ്ചിൻ അനേകം യന്ത്രഭാഗങ്ങളെ ചലിപ്പിക്കുന്നുവോ, അതുപോലെ ഒരു മനുഷ്യൻ തന്റെ എല്ലാ ജോലികളും എല്ലാ അനക്കമടക്കങ്ങളും ആ എഞ്ചിൻ മഹത്തായ ശക്തിക്ക് കീഴിലാക്കുന്നില്ലയോ, അതുവരെ അയാൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നവനായി തീരുക? തന്നെ സ്വയം ഇന്നി വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഋജുമാനസൻ എന്ന് പറയാൻ സാധിക്കുമോ? ഏതുവരെ നാവ് കൊണ്ട് പറയുന്നുവോ അതുപോലെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധയുമുണ്ടെങ്കിൽ നിസ്സംശയം അയാൾ മുസ്ലിമാണ്, അയാൾ വിശ്വാസിയും ഋജുമാനസനുമാണ്. വായ കൊണ്ട് പറയുന്നത് പോലെ അള്ളാഹുവിലേക്ക് ശ്രദ്ധയും ഉണ്ടായാൽ അയാൾ മുസ്ലിം ആണ്, മുഅ്മിനും ആണ്, അദ്ദേഹം ഹനീഫും ഏകദൈവവാദിയുമാണ്. എന്നാൽ ഏതൊരാളാണോ അള്ളാഹുവിനെ കൂടാതെ ദൈവേതരങ്ങളോട് അർത്ഥിക്കുന്നത്, അങ്ങോട്ട് കുനിയുന്നത്, അതായത് ഒരു ഭാഗത്ത് അള്ളാഹുവിലേക്ക് തിരിയുന്നു, മറുഭാഗത്ത് അന്യരിലേക്കും തിരിയുന്നു, അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കുന്നു, അയാൾ ഓർത്തുകൊള്ളട്ടെ, അയാൾ അങ്ങേയറ്റം നിർഭാഗ്യവാനും നിഷേധിക്കപ്പെട്ടവനുമാണ്. അയാളിൽ ആ സമയം വരാനിരിക്കുന്നു. അയാൾക്ക് നാവുകൊണ്ടും കാണിച്ചുകൂട്ടൽ എന്ന നിലക്ക് പോലും അള്ളാഹുവിലേക്ക് കുനിയാൻ സാധിക്കുകയില്ല. അതായത് പിന്നീട് അള്ളാഹു അയാളിൽ നിന്ന് ദൂരപ്പെടുന്നു. പ്രത്യക്ഷമായ നിലയിൽ പോലും അയാൾക്ക് പിന്നീട് കുനിയാൻ സാധിക്കുകയില്ല. ഒരു സമയം അങ്ങനെയും വന്നു ചേരും. പറയുന്നു, നമസ്കാരം ഉപേക്ഷിക്കുവാനും അലസതക്കുള്ള കാരണം ഇതുകൂടിയാണ്. കാരണം എപ്പോഴാണോ മനുഷ്യൻ അന്യരിലേക്ക് തിരിയുന്നത്, ആത്മാവും ഹൃദയത്തിന്റെ ശക്തിയും ശാഖകൾ വലിച്ചുകെട്ടി മറ്റൊരു ഭാഗത്തേക്ക് ആക്കുകയും ആ ഭാഗത്തേക്ക് വളരുകയും ചെയ്യുന്ന ഒരു വൃക്ഷം പോലെ അങ്ങോട്ട് തന്നെ കുനിയുന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാഠിന്യവും ശക്തിയും അയാളിൽ ഉണ്ടായി അയാളെ ശിലയാക്കി തീർക്കുന്നു. അതായത് മരത്തിന്റെ ശാഖകൾ കെട്ടി ഒരു ഭാഗത്തേക്ക് ആക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് തന്നെ വളരുന്നു. അതുപോലെ മനുഷ്യൻ അഥവാ സൃഷ്ടികളിലേക്ക് കുനിയാൻ തുടങ്ങിയാൽ സൃഷ്ടികളിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ അവസാനം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അവരുടെ ഹൃദയം കഠിനമായി തീരുന്നു. പറയുന്നു, ഏതുപോലെ ആ ശാഖകൾ ഒരു ഭാഗത്തേക്ക് കുനിയുന്നുവോ പിന്നീട് അതിനെ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാൻ സാധ്യമല്ല, അതുപോലെ ഹൃദയവും ആത്മാവും ഓരോ ദിവസവും അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് വളരെ ഭയാനകവും ഹൃദയത്തെ വിറപ്പിക്കുന്നതുമായ കാര്യമാണ്. മനുഷ്യൻ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കുക എന്നത്. അതുകൊണ്ട് നമസ്കാരത്തിലുള്ള കൃത്യനിഷ്ഠ നിർബന്ധമാണ്. കാരണം ഒന്നാമതായി അതൊരു ശീലം എന്ന നിലക്ക് രൂഢമൂലമാകാനും അള്ളാഹുവിലേക്ക് തിരിയുക എന്ന ചിന്ത ഉണ്ടാകുന്നതിനും പിന്നീട് മെല്ലെ മെല്ലെ ഭൗതികതയോട് വിച്ഛേദനം പൂർണ്ണമായും ഉണ്ടാകുന്ന സമയം മനുഷ്യനുണ്ടാവുകയും ഒരു പ്രകാശത്തിന്റെയും അനുഭൂതിയുടെയും അവകാശിയായി മാറുകയും ചെയ്യുന്നു. ആദ്യം പരിശ്രമിച്ച് നമസ്കരിക്കേണ്ടതായി വരുന്നു. പിന്നീട് മെല്ലെ മെല്ലെ ശീലമായി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും കുനിയാൻ തുടങ്ങിയാൽ പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശിയായി മാറുകയും ചെയ്യുന്നു. പറയുന്നു, ഞാൻ ഈ കാര്യം വീണ്ടും താക്കീത് ചെയ്യുന്നു. പറയുന്നു, ഖേദകരമെന്ന് പറയട്ടെ, എനിക്ക് അതിനുള്ള വാക്കുകൾ ലഭിക്കുന്നില്ല. അതായത് എങ്ങനെയാണ് ഞാൻ ദൈവേതരങ്ങളിലേക്ക് തിരിയുന്നതിന്റെ ചീത്തവശങ്ങൾ വിവരിക്കുക. ജനങ്ങളുടെ മുന്നിൽ പോയി നേർച്ചയും പുകഴ്ത്തലും നടത്തുന്നു. ഇത് അള്ളാഹുവിന്റെ ആത്മാഭിമാനത്തെ ആവേശഭരിതമാക്കുന്നു. കാരണം ഇത് ജനങ്ങളെ നമസ്കരിക്കലാണ്. അവർ ഇതിൽ നിന്ന് ദൂരപ്പെടുകയും ഇതിനെ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഞാൻ വ്യക്തമായ വാക്കുകളിൽ ഇതിനെ വിശദീകരിക്കാം. എന്നാൽ ഈ കാര്യം ഇതുപോലെയല്ല. എന്നാൽ നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യം ഇപ്രകാരം അല്ല. എന്നാൽ ഭൗതികമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിവരിക്കാം. ഏതുപോലൊരു ആത്മാഭിമാനിയായ പുരുഷന്റെ ആത്മാഭിമാനം തന്റെ ഭാര്യ മറ്റൊരാളുമായി ബന്ധം വെക്കുന്നത് കാണാൻ സാധിക്കാത്തതുപോലെ ആ സമയത്ത് അവസ്ഥ ഈ വിധത്തിലാകുന്നു. അയാൾ ആ നീചയായ സ്ത്രീയെ വധാർഹയായി മനസ്സിലാക്കുന്നു. ചിലർ അത്തരക്കാരുമുണ്ട്. പറയുന്നു, ഉബൂദിയത്തും ദുആയും പ്രത്യേകമായും ഈ ഒരു അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഉബൂദിയത്തും ദുആയും അള്ളാഹുവിനോട് മാത്രമാണ് ചെയ്യേണ്ടത്. കാരണം മറ്റാരെയെങ്കിലും ആരാധിക്കുവാനോ വിളിക്കുവാനോ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നല്ലവണ്ണം ഓർത്തുകൊള്ളുക, വീണ്ടും ഓർത്തുകൊള്ളുക, ദൈവേതരങ്ങളിലേക്ക് തിരിയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വിച്ഛേദനമാണ്. നമസ്കാരം എന്നോ തൗഹീദ് എന്നോ എന്തു പറഞ്ഞാലും, കാരണം തൗഹീദിന്റെ കർമ്മപരമായ ഏറ്റുപറച്ചിലിന്റെ പേരു തന്നെയാണ് നമസ്കാരം. അപ്പോൾ അത് അനുഗ്രഹമല്ലാത്തതും നിഷ്ഫലവുമായി തീരും.
എപ്പോഴാണോ അതിൽ വിനയവും എളിമയുടെ അവസ്ഥയും ഋജുമാനസതയും ഇല്ലാതായി തീരുന്നത്. ചിലപ്പോൾ ചിലർ പറയുന്നു, ഞങ്ങൾ വളരെയധികം കരഞ്ഞു, ഒരുപാട് നമസ്കരിച്ചു, എന്നാൽ ഒന്നും ലഭിച്ചില്ല. അത്തരം ആളുകളുടെ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ചിലരുടെ ചിന്താഗതി ഇതാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്നതിലൂടെ ഒന്നും ലഭിക്കുകയില്ല. ഈ കാര്യം തികച്ചും തെറ്റാണ്. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും കുദ്റത്തിലും ശക്തിയിലും സിഫത്തുകളിലും വിശ്വസിക്കാത്തവരാണ്. അഥവാ അവരിൽ യഥാർത്ഥത്തിലുള്ള ഈമാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അപ്രകാരം പറയാൻ ധൈര്യം കാണിക്കുമായിരുന്നില്ല. എപ്പോഴാണോ ഒരാൾ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വരുന്നത്, അയാൾ സത്യസന്ധമായ തൗബയോടുകൂടി അവനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹും എല്ലായ്പ്പോഴും അയാളിൽ തന്റെ അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും. ആരോ പറഞ്ഞ കാര്യം തികച്ചും സത്യമാണ്. ആഷിഖ് ശുദ്ധ് യാരെ ബആലിഷ് നസർ ന കർദ് ഖ്വാജെ ദർദ് നിസ് വഗർന തബീബ് ഹസ്ത്. അതായത് പ്രേമഭാജനം നോക്കുക പോലും ചെയ്യാത്ത പ്രേമിക്ക് എന്തു വിലയാണുള്ളത്? അല്ലയോ സഹോദര, വേദന തന്നെയില്ല, എന്നാൽ ചികിത്സകൻ തീർച്ചയായും ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേദന ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അള്ളാഹു ആഗ്രഹിക്കുന്നു നിങ്ങൾ അവന്റെ സമക്ഷത്തിൽ വിശുദ്ധ ഹൃദയവുമായി വരണം എന്ന്. എന്നാൽ നിബന്ധന ഇത്രമാത്രമാണ്, അവന്റെ അവസ്ഥക്ക് യോജിച്ച വിധത്തിൽ നിങ്ങളെ മാറ്റിയെടുക്കുക. ഇത് വളരെ വലിയ ഒരു കാര്യമാണ്. അവന്റെ അവസ്ഥക്കനുസരിച്ച് തങ്ങളെ ആക്കി തീർക്കുക. ഏതുപോലെ അവൻ പറയുന്നു അതേപോലെ ചരിക്കുക. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ പോകുന്നതിനു വേണ്ടിയുള്ള യഥാർത്ഥത്തിലുള്ള പരിവർത്തനം തങ്ങളിൽ ഉണ്ടാക്കി കാണിക്കുക. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, അള്ളാഹുവിൽ അത്ഭുതകരമായ ശക്തിപ്രഭാവങ്ങളുണ്ട്. അവനിൽ പരിധിയില്ലാത്ത അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ഉണ്ട്. എന്നാൽ അത് കാണുവാനും പ്രാപിക്കുവാനും സ്നേഹത്തിന്റെ കണ്ണുകൾ ഉണ്ടാക്കുക. അള്ളാഹുമായി യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കുക. പറയുന്നു, അഥവാ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉണ്ട് എങ്കിൽ അള്ളാഹു ഒരുപാട് ദുആകൾ കേൾക്കും, സഹായം ചെയ്യും. നാം നമ്മുടെ അവസ്ഥകൾ ഈ വിധം ആക്കി തീർക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അള്ളാഹു നമ്മുടേത് കേൾക്കണം. അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ആരോപണം ഉന്നയിക്കുന്നവരിൽ അധിക പേരും 5 നേരം പൂർണ്ണമായി നമസ്കരിക്കുക പോലും ചെയ്യാത്തവരാണ്. നമസ്കാരത്തിന്റെ ചിന്ത ഏതെങ്കിലും ഭൗതിക പ്രയോജനം ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. അള്ളാഹു പറയുന്നു, ഞാൻ തീർച്ചയായും കേൾക്കും, എന്നാൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കുക. അതുകൊണ്ട് ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? അഥവാ അള്ളാഹുവിൽ പരാതിയുണ്ട് എങ്കിൽ ആദ്യം ഈ കാര്യത്തിന് മറുപടി നൽകുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ 700 കൽപ്പനകളുണ്ട്. എത്ര പേരുണ്ട് ഈ 700 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർ? ഇവിടെ ഈ കാര്യം നോക്കണം എങ്കിൽ ഇവിടെയും നോക്കേണ്ടതായി വരും. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും തന്റെ ദാസരിൽ കരുണ ചെയ്തുകൊണ്ട് അവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നു. അവരുടെ ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ ഒരുപാട് ദുആകൾ ശ്രവിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പേരുണ്ട്, അവർ കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുക പോലും ചെയ്യാത്തവരാണ്. എന്നാൽ അവരുടെ ചില ദുആകൾ സ്വീകരിക്കപ്പെടുകയുണ്ടായി. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്നാൽ അള്ളാഹു ദുആ കൂടാതെ തന്നെ തന്റെ മറ്റു ചില സിഫത്തുകൾ കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നു. പരാതി പറയാൻ ഒരു കാരണവുമില്ല. നാം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതനുസരിച്ച് തങ്ങളുടെ ഇബാദത്തുകളും നമസ്കാരങ്ങളും മറ്റു നിർബന്ധ കടമകളും അനുഷ്ഠിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഏതുവരെ മനുഷ്യൻ പൂർണ്ണമായ നിലയിൽ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നില്ലയോ അതുവരെ അയാളിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമോ മഹത്വമോ ഉണ്ടായിരിക്കുകയില്ല. അതായത് നമസ്കാരത്തിലുള്ള അനുഭൂതിയും ആനന്ദവും ലഭിക്കുകയില്ല. ഏതുവരെ ചീത്തയായ ഉദ്ദേശങ്ങളും അവിശുദ്ധവും മോശവുമായ തന്ത്രങ്ങൾ ഭസ്മമായി തീരുന്നില്ലയോ, അഹങ്കാരവും ശത്രുതയും വിദൂരപ്പെട്ട് എളിമയും വിനയവും ഉണ്ടാകുന്നില്ലയോ, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസർ എന്ന് പറയാൻ സാധ്യമല്ല എന്ന കാര്യമാണ് അടിസ്ഥാനം. പറയുന്നു, പൂർണ്ണമായും ഉബൂദിയത്ത് പഠിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല അധ്യാപകൻ, ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം നമസ്കാരമാണ്. അഥവാ യഥാർത്ഥത്തിലുള്ള ശരിയായ ഉബൂദിയത്ത് സ്വായത്തമാക്കണമെങ്കിൽ അതിനായി അത് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ്, അധ്യാപകനാണ് നമസ്കാരം. അവിടുന്ന് പറയുന്നു, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, അഥവാ അള്ളാഹുമായി യഥാർത്ഥത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമസ്കാരത്തിൽ സ്ഥിരചിത്തരായി തീരുക. ഈ വിധം സ്ഥിരചിത്തരായി മാറുക നിങ്ങളുടെ ശരീരവും നാവും മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിന്റെ ഉദ്ദേശവും താല്പര്യവും എല്ലാം തന്നെ പൂർണ്ണമായും നമസ്കാരമായി തീരണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം നമ്മുടെ നമസ്കാരം ഈ വിധത്തിൽ സംരക്ഷിക്കുന്നവരായി തീരട്ടെ. നമ്മുടെ ആത്മാവും നമ്മുടെ താല്പര്യവും നമസ്കാരത്തിന്റെ കടമ നിറവേറ്റുന്നതായി തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അത് ബഹുമാനപ്പെട്ട അസ്ദരി ബേഗം സാഹിബ, ഷേഖ് റഹ്മത്തുള്ള സാഹിബ് മർഹൂം
മുൻ അമീർ സാഹിബ് കറാച്ചിയുടെ ഭാര്യയാണ്. മാർച്ച് 27 അമേരിക്കയിൽ കുറച്ചുകാലം രോഗിയായതിനു ശേഷം 90-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1943 ഷേഖ് റഹ്മത്തുള്ള സാഹിബുമായി ഇവരുടെ നിക്കാഹ് നടന്നു. തന്റെ ഭർത്താവിന് മുമ്പ് 1943 ലാഹോറിൽ വെച്ച് ഇവർ അഹമ്മദിയായി. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിൽ മുഴുവൻ ആയുസ്സിലും ഖിലാഫത്തുമായി തന്റെ ബൈഅത്തിന്റെ പ്രതിജ്ഞ വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പൂർത്തിയാക്കി. മക്കളെയും എല്ലായ്പ്പോഴും ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഖിലാഫത്തിനെ വളരെയധികം ബഹുമാനിക്കുന്നവരായിരുന്നു. MTA ആരംഭിച്ചതു മുതൽ അത് കണ്ടുകൊണ്ടിരിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ജോലി. മർഹൂമ മൂസിയായിരുന്നു. അങ്ങേയറ്റം സഹനശീലയായ, നന്ദി കാണിക്കുന്ന, ദുആ ചെയ്യുന്ന, തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന, നോമ്പും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന വ്യക്തിത്വമായിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം സ്ഥിരമായി നടത്തുമായിരുന്നു. തന്റെ ഭർത്താവിന് കറാച്ചിയിൽ സേവനത്തിനുള്ള അവസരം ലഭിച്ചപ്പോൾ ഭർത്താവിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് അവരും ജമാഅത്തിനെ സേവിച്ചു. അതിഥി സൽക്കാരം ഇവരുടെ പ്രത്യേക ഗുണമായിരുന്നു. ഷേഖ് സാബ് കറാച്ചി ജമാഅത്തിന്റെ അമീറായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. ആ കാലത്ത് അതിഥി സൽക്കാരവും കൂടുതലായി ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം അവർ നല്ലവണ്ണം പൂർത്തിയാക്കി. ഹദ്റത്ത് മുസ്ലിം മൗദ്, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ്, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി എന്നിവരുടെ ആതിഥ്യം വഹിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിച്ചു. സാമ്പത്തിക ത്യാഗത്തിലും വളരെ മുന്നിൽ ആയിരുന്നു. 1950 ഒരിക്കൽ ജമാഅത്തിന് സാമ്പത്തിക പ്രയാസം ഉണ്ടായപ്പോൾ അന്ന് ഹദ്റത്ത് മുസ്ലിം മൗദ് പ്രത്യേക ആഹ്വാനം നടത്തിയിരുന്നു. അതിൽ ഷേഖ് സാഹിബിന് ഇവരുടെ ഭർത്താവിന് തന്റെ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടിരുന്നു. ഇവരും അദ്ദേഹത്തോടൊപ്പം ത്യാഗത്തിലുണ്ടായിരുന്നു. അങ്ങേയറ്റം സാധാരണ ജീവിതം നയിച്ച പ്രകടനാത്മകതയില്ലാത്ത വനിതയായിരുന്നു. ഇവരുടെ മകൻ എഴുതുന്നു, കുട്ടികളെ എപ്പോഴും ഖലീഫത്തുൽ മസീഹിന് ദുആക്ക് വേണ്ടി കത്തെഴുതാൻ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഇവർ തന്റെ പിന്നിൽ 5 ആൺമക്കളെയും 3 പെൺമക്കളെയും 43 പേരെ കുട്ടികളെയും ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ഇവരുടെ ഒരു മകൻ നസീം റഹ്മത്തുള്ള സാഹിബ് നായിബ് അമീർ ജമാഅത്ത് അമേരിക്കയാണ്. നമ്മുടെ വെബ്സൈറ്റ് alislam.org ഇൻചാർജുമാണ്. അതുപോലെ ഇവരുടെ മരുമകൻ റഹ്മാനി സാഹിബ് ഇവിടെ താമസിക്കുന്നു. അദ്ദേഹം സെക്രട്ടറി വസീയത്തായി ഒരുപാട് കാലം സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജമീല റഹ്മാനി സാഹിബയും തന്റെ ഹൽക്കയിൽ സെക്രട്ടറിമാരും മറ്റു സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഒരു മകൻ ഫർഹത്തുള്ള ഷേഖ് സാഹിബ് പാകിസ്ഥാനിലെ ഫൈസലാബാദിലെ നായിബ് അമീർ ആണ്. അള്ളാഹു മർഹൂമയുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കളിലും തലമുറകളിലും ജമാഅത്തിനോടും ഖിലാഫത്തുമായുള്ള ബന്ധം നിലനിർത്തുമാറാകട്ടെ. Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله